നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അജയനാണെങ്കിൽ വന്നിട്ട് ജയൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇത് കണക്ക് ആദർശാണെങ്കിൽ ദുബായിലൊരു മീറ്റിങ്ങിനൊക്കെ പോയ സമയത്താണെങ്കിൽ അവിടെ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ ജയിലിലാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന നമ്മളെ ജയനാണെങ്കിൽ ആകെ ഷോക്കായിട്ടിരിക്കുക കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളെ നവ്യയും അതുപോലെ തന്നെ അബിയ കേട്ടോ. അപ്പോൾ നമ്മൾ അബിയാണെങ്കിൽ വന്ന് നവ്യ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ ദുബായിൽ ജയിലിലാന്നൊക്കെ ഉള്ള ഒരു സന്തോഷ വാർത്തയൊക്കെ നമ്മൾ നവ്യ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അബി പറയുന്നുണ്ട് നവ്യ അടുത്ത് ഇത് കേൾക്കുന്ന നമ്മളെ നവ്യാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടിരിക്കും. അപ്പം നവ്യാണെങ്കിൽ അബിയടുത്ത് പറയുന്നുണ്ട് ഇതുപോലൊരു വാർത്ത കേൾക്കാൻ ഞാനാണെങ്കിൽ കൊതിച്ചിരുന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അബിയാണെങ്കിൽ പറയുന്നുണ്ട് എന്തായാലും നവ്യ നമ്മളെ ശത്രുക്കൾക്കൊക്കെ ആണെങ്കിൽ നല്ല തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നവ്യാണെങ്കിൽ സന്തോഷത്തോടെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇത് അവൾ അറിഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൾ അറിഞ്ഞ കണക്കൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പം അബി പറയുന്നുണ്ടോ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല, അറിയുന്ന സമയത്താണ് ഇവിടെ ഭയങ്കര നിലവിളിയും കാര്യമൊക്കെ നടക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അബി പറയുന്നുണ്ട് എന്തായാലും നീ നോക്കിക്കാൻ നവ്യ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കാൻ നമ്മളെ നയന കേട്ടോ. നയനയാണെങ്കിൽ ആദർശിനെ ഫോൺ വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പം ആ ഒരു സങ്കടത്തിലൊക്കെ നമ്മളെ നയന നിൽക്കുന്നതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.